യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ നഗരസഭാ കൗൺസിലറും സംഘാടക സമിതിയുടെ ചെയർമാനുമായ പ്രിയപ്പെട്ട ശ്രീ ലബീബ് ഹസൻ, സ്വാഗതം ആശംസിച്ച ജനറൽ കൺവീനർ ഗിരീഷ് കുമാർ, നമ്മളിന്നിവിടെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കൃഷ്ണായനം എന്ന ഈ ശതാഭിഷേകത്തിൻ്റെ കാരണഭൂതനായ പ്രിയപ്പെട്ട ബ്രഹ്മശ്രീ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, സാവിത്രി അന്തർജനം, ഏറ്റവും ബഹുമാന്യയായ നമ്മുടെ പാർലമെൻറ്റ് അംഗം കുമാരി രമ്യ ഹരിദാസ്, പ്രിയപ്പെട്ട എൻ്റെ സ്നേഹിതൻ മലയാള മനോരമയുടെ സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റ് ശ്രീ ഉണ്ണി കെ വാര്യർ, ഈ സദസ്സിലുള്ള വിശിഷ്ട അതിഥികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വാസ്തുവിദ്യയുടെ കുലപതിയായ ബ്രഹ്മശ്രീ കാണിപ്പയ്യൂർ തിരുമേനിയുടെ ശതാഭിഷേകം ആണ്. ഇതിന് തീർച്ചയായും വരണമെന്ന് സംഘാടകർ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ആ ക്ഷണം ഏറ്റെടുത്തത്. ഇങ്ങനൊരു ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ പങ്കെടുക്കുന്നവർ തന്നെ ബഹുമാനിതരാകുന്നു എന്നുള്ളതാണ് ഈ ചടങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ലോകം മുഴുവൻ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അഭിവന്ദനായ തിരുമേനിയുടെ 84ാമത് പിറന്നാൾ ആഘോഷവേളയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഒരു മഹാഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. ശതാഭിഷേകം എന്ന് പറഞ്ഞാൽ 84 വയസ്സാണ്. ഞാൻ വിചാരിച്ചത് 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ടു എന്നാണ്. പക്ഷേ തിരുമേനി എന്നോടിപ്പോൾ കണക്കുദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു 1008 സൂര്യചന്ദ്രന്മാരെ കണ്ടുവെന്നാണ്. നമ്മൾക്ക് ഈ വാസ്തു കണക്ക് ശാസ്ത്രവും തച്ചുശാസ്ത്രവും ഒന്നും അറിയാത്തവരായതുകൊണ്ട് നമ്മൾ 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ടു എന്നാണ് പറയാറുള്ളത്. പക്ഷെ അദ്ദേഹം അതിൻ്റെ കണക്ക് ശരിയായ അർത്ഥത്തിലാണ് എന്നോട് പറഞ്ഞത്. 1008 സൂര്യചന്ദ്രന്മാരെ കാണാനുള്ള അവസരമുണ്ടായി എന്നുള്ളത് അതൊരു മഹാഭാഗ്യമാണ്. 84 വർഷം ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ജീവിതകാലം മുഴുവൻ സമൂഹത്തിന് വേണ്ടി, നാടിനു വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി സേവനം നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് തിരുമേനിയുടെ ജീവിതം സ്വാർത്ഥകമാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ പുരാതന കാലം മുതൽ കേരളത്തിൻ്റെ ജ്യോതിഷ, വാസ്തു, ശാസ്ത്ര മേഖലകളിൽ ആധികാരികമായ ശബ്ദമാണ് കാണിപ്പയ്യൂർ എന്ന തറവാട്. കേരളത്തിന് മാത്രമല്ല, ലോകത്തെമ്പാടും ഇന്ന് കാണിപ്പയ്യൂർ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. കാരണം വാസ്തുശാസ്ത്രത്തിൻ്റെയും അതുമായി ബന്ധപ്പെട്ട ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ശബ്ദം, ആധികാരികമായ അഭിപ്രായം പറയാൻ കഴിവുള്ള വ്യക്തി ഈ തറവാട്ടുകാരാണ് എന്നെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്ത് കാണിപ്പയ്യൂർ മന, അവിടെയുള്ള ഗുരുകാരണവന്മാർ നൂറ്റാണ്ടുകളായി തന്നെ വളർത്തിയെടുത്ത വാസ്തുശാസ്ത്രം ഇന്ന് പൊതുവെ ജനങ്ങൾ ജാതി മത ചിന്തകൾക്ക് അതീതമായി, വർണ്ണവർഗ വ്യത്യാസത്തിന് അതീതമായി ജനങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയുടെ വെളിയിലും ഇതിൻ്റെ ആധികാരിക പാഠപുസ്തകങ്ങളായി തിരുമേനിയുടെ അഭിപ്രായങ്ങളെ ജനങ്ങൾ വിലമതിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയുടെ വാസ്തുശാസ്ത്രം ഒരു പുരാതന പരമ്പരാഗത ശാസ്ത്രശാഖയാണ്. ഇന്ത്യയിൽ തന്നെ ഉത്ഭവിക്കുകയും
രാജ്യത്തിന് പുറത്ത് നന്നായി പ്രചരിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്ത ഒരു സമ്പ്രദായത്തിലേക്ക് സ്വയം പരിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കറിയാം, ലാൻഡ്സ്കേപ്പുകൾ, ക്ഷേത്രങ്ങൾ, മഠങ്ങൾ, ഭവന പ്ലോട്ടുകൾ, വീടുകൾ, ഫ്ലാറ്റുകൾ, പാർപ്പിടത്തിനോ വാണിജ്യ ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കുന്ന മറ്റ് നിർമ്മിതികൾ തുടങ്ങി എല്ലാ ഘടനകളുടെയും എലിവേഷൻ എഞ്ചിനീയറിംഗ് ആവശ്യകതകൾ വാസ്തുശാസ്ത്രം ഇന്ന് കൈകാര്യം ചെയ്തു വരുന്ന ഒരു കാലമാണ്. മനുഷ്യരാശിയുടെ പുരോഗതിക്ക് വേണ്ടി തലമുറകളായി കൈമാറിയ 4 പുരാതന വേദങ്ങളിലൊന്നായ അഥർവവേദത്തിലെ സ്ഥാപിത വേദത്തിൽ നിന്നാണ് വാസ്തുശാസ്ത്രത്തിൻ്റെ ഉത്ഭവം എന്നാണ് പറയാറുള്ളത്. അപ്പം മനുഷ്യനെ രൂപാകൃതി പോലെ തന്നെ വാസ്തുവും രൂപാകൃതി പ്രാപിച്ച് പൂണ്ടതാണ്. ഒരാളുടെ രൂപാകൃതികൾ അയാളെ എത്രമാത്രം ആകൃഷ്ടനും കർമ്മനിരതനുമാക്കുന്നു, അതുപോലെ വാസ്തുവും നല്ല നിലയിൽ ആസൂത്രണം ചെയ്ത് നിർമ്മിക്കപ്പെടുന്ന വാസ്തുവിലെ വാസം ഓരോ മനുഷ്യൻ്റെയും ദിനചര്യകളെ ദീപ്തമാക്കുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട വാസ്തു ഇന്ന് പൊതുസമൂഹം പൂർണ്ണമായും അംഗീകരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. ജനങ്ങൾ പൊതുവെ ആശ്രയിക്കുകയും അംഗീകരിക്കുകയും അതിൻ്റെ പിന്നിൽ നിസ്സംശയം ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കാണിപ്പയ്യൂർ മനയുടെ മുൻഗാമികളുടെ പരിശ്രമമുണ്ട്. ഇന്ന് ശതാഭിഷിതമാകുന്ന ബ്രഹ്മശ്രീ കൃഷ്ണൻ നമ്പൂതിരിയുടെ കയ്യൊപ്പ് അതിലുണ്ട് എന്ന് പറയുന്നതിൽ അതിയായ സന്തോഷം എനിക്കുണ്ട്. നമ്മൾ വാങ്ങുന്ന ഏതൊരു വസ്തുവാണെങ്കിലും, വീടാണെങ്കിലും, വാണിജ്യ ബ്ലോക്കാണെങ്കിലും എല്ലാം പരിശോധിക്കാനും അതിൻ്റെ ഗുണദോഷഫലങ്ങൾ മനസ്സിലാക്കാനും ദോഷഫലങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകാനും ഈ വാസ്തുശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നു, നമ്മളെ അത് മനസ്സിലാക്കി തരുന്നു. അതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ കരുത്തുണ്ട്. എനിക്ക് 2 അനുഭവങ്ങളുണ്ട്, ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, എൻ്റെ കുടുംബക്ഷേത്രം വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ്. ജീർണാവസ്ഥയിലായിരുന്ന ക്ഷേത്രം ഒന്ന് പുനരുദ്ധരിക്കണമെന്ന് അഷ്ടമംഗല പ്രശ്നം നടത്തിയപ്പോൾ തെളിയിക്കപ്പെട്ട കാര്യമാണ്. ഞാൻ തിരുമേനിയെ കണ്ട് പറഞ്ഞു, നമുക്ക് ക്ഷേത്രത്തിൻ്റെ പ്രശ്നം ഇതാണ്, ഞങ്ങളുടെ നാട്ടിലാണ്, അതെന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ എന്നോട് തിരുമേനി ഞാനവിടെ വന്നിട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം ചെങ്ങന്നൂർ താലൂക്കിലുള്ള മാന്നാർ എന്ന സ്ഥലമാണ്. അദ്ദേഹം അവിടെ വന്നു, അതെല്ലാം പരിശോധിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് പുതുക്കി പണിയണം, ഇന്ന രീതിയിൽ പണിയണം, അതിൻ്റെ കണക്കൊക്കെ എന്നോട് പറഞ്ഞു. എനിക്ക് കണക്കൊന്നും അറിയാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു, തിരുമേനി തന്നെ ഇത് പണിഞ്ഞു തരണമെന്ന് പറഞ്ഞു. കുന്നംകുളത്ത് നിന്ന് ആളുകളെ അവിടെ കൊണ്ടുവന്ന് 6 മാസത്തിനുള്ളിൽ എനിക്കൊരു ക്ഷേത്രം പണിഞ്ഞു തന്ന തിരുമേനിയെ ജീവിതത്തിൽ എനിക്കൊരിക്കലും മറക്കാൻ സാധ്യമല്ല. അത് കഴിഞ്ഞ് ഇതുവരെ ഞാൻ ആരോടും പറയാത്ത ഒരു രഹസ്യമാണ് അടുത്തതായി പറയാൻ പോകുന്നത്. ഞാൻ KPCC പ്രസിഡൻ്റായി അധികാരം ഏറ്റെടുത്തത് 45-ാമത്തെ വയസ്സിലാണ്. അന്ന് തിരുമേനി ഒരു ദിവസം അവിടെ തിരുവനന്തപുരത്ത് വന്നപ്പോൾ എനിക്കൊന്ന് കാണണമെന്ന് തോന്നി. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അല്ല എവിടെയായിരിക്കുന്നത്, ഞാൻ അങ്ങോട്ട് വരാമെന്ന്. KPCC ഓഫീസിൽ വന്നപ്പോൾ എനിക്ക് തോന്നി അദ്ദേഹത്തോട് ഇതിൻ്റെ വാസ്തു വന്ന് നോക്കണമെന്ന് പറയാൻ. അങ്ങനെ എന്നോട് വാസ്തു സംബന്ധമായ ചില കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ എവിടെയാണ് കാറിൽ ഇറങ്ങേണ്ടത്, എവിടെയാണ് ഇരിക്കേണ്ടത്, എവിടെയാണ് പോകേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് അതേപോലെ ചെയ്താൽ അങ്ങയ്ക്ക് മംഗളമുണ്ടാകും, ഭാഗ്യമുണ്ടാകും എന്ന് പറഞ്ഞു. 9 വർഷം KPCC പ്രസിഡൻ്റായി ഞാൻ ഇരുന്നു. ആരും എന്നെ ഇറക്കി വിട്ടില്ല, ഞാൻ തന്നെ സ്വയം ആ സ്ഥാനത്ത് നിന്ന് മാറുകയാണ് ചെയ്തത്. ഇന്നും എല്ലാ KPCC പ്രസിഡന്റുമാരും അങ്ങ് കാണിച്ച ആ വഴികൾ തന്നെയാണ് KPCC ഓഫീസിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്
എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അപ്പം ഞാൻ എൻ്റെ 2 അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആ കഴിവും അദ്ദേഹം കാണിച്ചു തന്ന വഴികളെ സംബന്ധിച്ചും ഇവിടെ പറഞ്ഞത്. കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരി പരമ്പരാഗത പൂജകളിലും വേദങ്ങളിലും പരിചയസമ്പന്നനായൊരു പരിശീലന എന്ന നിലയിലാണ് അറിയപ്പെടുന്നത്. ഇന്നത്തെ കാണിപ്പയ്യൂർ മനയുടെ അധികാരി കാണിപ്പയ്യൂർ മനയിൽ ഉൾപ്പെടുന്ന അന്നംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൻ്റെ മേൽ വിചാരകൻ കൂടിയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഉപരിപഠനത്തിന് ശേഷം കോളേജ് അധ്യാപകനായി ജോലിയിൽ ചേർന്ന അദ്ദേഹം തൻ്റെ സഹോദരൻ മൂപ്പൻ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിൻ്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് പരമ്പരാഗത വാസ്തു വിദ്യാപഠനം ഏറ്റെടുക്കാൻ ജോലി രാജിവെച്ചു. അത് അദ്ദേഹത്തിൻ്റെ വളർച്ച ലോകത്തിൻ്റെ എല്ലാ അതിർത്തികളിലേക്കും എത്തിക്കാൻ സഹായിച്ചു എന്നത് ഇവിടെ പരസ്യമായി തന്നെ അക്നോളജ് ചെയ്യാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. അല്ലായിരുന്നെങ്കിൽ ഒരു കോളേജ് അധ്യാപകനായി പ്രവർത്തിച്ച് റിട്ടയർ ചെയ്ത് വീട്ടിൽ സുഖമായി കഴിയാമായിരുന്നു. 84-ാമത്തെ വയസ്സിലും വാസ്തുവിനെ പറ്റി പറയുമ്പോൾ ജനങ്ങൾ പറയുന്ന ഒരു പേര് കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിൻ്റേതാണ്. അതിനേക്കാൾ വലിയൊരു സമ്പത്ത് അങ്ങയ്ക്ക് എന്താണ് വേണ്ടത്? സുഹൃതം ചെയ്ത ജീവിതമാണ് അങ്ങയുടേതെന്ന് പറയാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നിരവധി ക്ഷേത്രങ്ങൾ, പള്ളികൾ, വസതികൾ, ഓഫീസ് സമുച്ചയങ്ങൾ, പാർപ്പിട കേന്ദ്രങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിലേക്ക് നയിച്ച് ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തും അങ്ങയുടെ സാന്നിധ്യം ആളുകൾ ആവശ്യപ്പെടുന്നു. അങ്ങയുടെ പ്രവർത്തനങ്ങളും കയ്യൊപ്പും ജനങ്ങൾ ആദരവോടുകൂടി ഏറ്റുവാങ്ങുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. പഞ്ചാംഗ ഗണിതത്തിലും കാണിപ്പയ്യൂരിനാണ് ഇന്ത്യയിൽ മുഖ്യമായ സ്ഥാനം. ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്ക ദിനപത്രങ്ങളും പ്രസിദ്ധീകരിക്കുന്ന പഞ്ചാംഗങ്ങൾ ഗണിച്ചു തരുന്നതും കാണിപ്പയ്യൂർ സഹോദരന്മാരാണ്. ജ്യോതിഷം അതൊരു ശാസ്ത്രമാണ്. 18-ാം നൂറ്റാണ്ട് മുതൽ ശാസ്ത്രപരമായി അംഗീകരിക്കപ്പെട്ടു പോകുന്ന ഒന്നാണ് ജ്യോതിഷം. അതൊരു മാനുഷിക സിദ്ധാന്തമാണ്. മനുഷ്യരും ജീവജാലങ്ങളും കാലാവസ്ഥയ്ക്കും മേൽ ഗ്രഹനക്ഷത്രങ്ങൾക്കുള്ള സ്വാധീനമാണ് ഈ ശാസ്ത്രത്തിൻ്റെ പ്രതിപാദ്യം. വാസ്തു സൂര്യനിൽ അധിഷ്ഠിതമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സൂര്യനെ പിതാവായും ഭൂമിയെ മാതാവായും കണ്ടുകൊണ്ടാണ് വാസ്തു ശാസ്ത്രം മുന്നോട്ട് പോകുന്നത്. സൂര്യനിൽ നിന്ന് കിട്ടുന്ന എന്താണ്? എനർജിയാണ്. അപ്പോൾ ഇവർ നമ്മൾ പറഞ്ഞു തരുന്നത് എനർജിയാണ്. ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ ആളുകൾ ഇന്ന് ഇംഗ്ലീഷിലൊക്കെ ഇന്ന് ലോകത്തും വിദേശത്തുമുള്ള ആളുകൾ പറയുന്നു ഞങ്ങൾ ഭൂമി നമ്മുടെ വീട് എനർജൈസ് ചെയ്യും. എന്നെ ആളുകൾ വന്ന് പറഞ്ഞു, ഞാൻ ഈ വീട് എന്നോടൊരാൾ വന്ന് പറഞ്ഞു, ഡൽഹിയിൽ ഞാൻ MP ആയിരിക്കുന്ന കാലത്ത് എന്നോട് സാറിൻ്റെ ഈ മുറി ഞാനൊന്ന് എനർജൈസ് ചെയ്യാനാകും. ഇൻഡോറിൽ നിന്നൊരാളാണ്. അപ്പോൾ അത് ഇവിടെ എനർജി പോരാ. അദ്ദേഹം ഇത് പറഞ്ഞതിൻ്റെ കാരണം സൂര്യൻ്റെ രശ്മികൾ ഏൽക്കുന്നിടത്താണല്ലോ എനർജി ഉണ്ടാകുന്നത്. സൂര്യനാണ് എനർജിയുടെ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാസ്തു ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സൂര്യനും ഭൂമിയുമാണ്. സൂര്യൻ പിതാവും ഭൂമി മാതാവുമാണ്. സൂര്യൻ്റെ രശ്മികൾ എവിടെല്ലാം പ്രസരിക്കുന്നോ അവിടെയാണ് ഊർജമുണ്ടാകുന്നത്. ആ കണക്കാണ് ഇവർ നമ്മളോട് പഠിപ്പിക്കുന്നത്. അല്ലേ? ശരിയല്ലേ തിരുമേനി? ഞാൻ തെറ്റൊന്നുമല്ലോ. തിരുമേനിയുടെ മുമ്പിൽ ഇതൊക്കെ പറയാൻ എനിക്ക് പേടിയാണ്, നമ്മൾ തെറ്റ് പറയുമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനർജിയാണ്. സൺ ഈസ് ദ സോഴ്സ് ഓഫ് എനർജി. അപ്പോൾ ആ എനർജി പൂർണ്ണമായും നമ്മൾ ഉപയോഗിക്കപ്പെടുമ്പോഴാണ് ആ വീടോ സ്ഥലമോ ഭൂമിയോ അതിന് മഹത്വം ഉണ്ടാകുന്നത്. പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, തിരുമേനിയൊക്കെ പറയാറുണ്ട്, വീട്ടിൽ വായുവും വെളിച്ചവും കിടക്കുന്ന വീടാണെങ്കിൽ അത് നല്ല വീടാണ്. ചില ആളുകൾ വീട് പണിഞ്ഞു കഴിഞ്ഞാൽ വായുവും കിടക്കത്തില്ല, സൂര്യപ്രകാശവും കിടക്കില്ല. അങ്ങനെയുള്ള വീട് നല്ല വീടല്ല. അപ്പോൾ സൂര്യപ്രകാശം കിടക്കുന്നതും വായു കിടക്കുന്നതുമായ വീടുകളാണ് ശ്രേഷ്ഠമായ വീടുകൾ എന്നാണ് പറയാറുള്ളത്. കാരണം അവിടെയാണ് എനർജി ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനം, വാസ്തു ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം തന്നെ എനർജിയുമായി ബന്ധപ്പെട്ടതാണ്. സൂര്യനാണെല്ലാം. സൂര്യനാണല്ലോ നമ്മുടെ
ലോകത്തെ തന്നെ നിർമ്മിച്ചിട്ടുള്ള അല്ലെങ്കിൽ ലോകത്തെ നിലനിർത്തുന്നതും സൂര്യൻ തന്നെയാണ്. അപ്പോൾ എനർജിയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. ജ്യോതിഷം അതുപോലെ തന്നെ ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഈ ശാസ്ത്രത്തിൻ്റെ പ്രതിപാദ്യം ഭൗമ സംഭവങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ, ആകാശ വസ്തുക്കളും പ്രത്യക്ഷ സ്ഥാനങ്ങൾ പഠിച്ചുകൊണ്ട് അത് വിശകലനം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതാണ് ജ്യോതിഷം. 2ാം സഹസ്രാബ്ദം മുതൽ വ്യത്യസ്തമായ സംസ്കാരങ്ങൾ ജ്യോതിഷത്തിൻ്റെ രൂപങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സമ്പ്രദായങ്ങൾ ഓരോ പ്രദേശത്തും വ്യത്യസ്തമായ രീതിയിലാണ് പരിപാലിക്കപ്പെട്ടു പോകുന്നത്. ഈ സമ്പ്രദായങ്ങൾ കാലാനുസൃതമായ വ്യതിയാനങ്ങളെ പ്രവചിക്കാനും ആകാശചക്രങ്ങളെ ദൈവിക ആശയവിനിമയത്തിൻ്റെ അടയാളങ്ങളായി വ്യാഖ്യാനിക്കാനും ഉപയോഗിച്ചിരുന്ന കലണ്ടർ സംവിധാനങ്ങളിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചത്. ഓരോ രാജ്യത്തും ഓരോ രീതിയിലാണ്. മിക്കവാറും എല്ലാ മതങ്ങളും എല്ലാ സംസ്കാരങ്ങളും ആകാശ നിരീക്ഷണത്തിന് വലിയ പ്രാധാന്യം കൊടുത്തു വന്നിരുന്നു എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും ഉപയോഗത്തിലുള്ള ഏറ്റവും പഴയ ജ്യോതിഷ സംവിധാനങ്ങളിൽ ഒന്നായ പാശ്ചാത്യ ജ്യോതിഷത്തിന് അതിൻ്റെ വേരുകൾ BCE 19-17 നൂറ്റാണ്ടിലെ മെസോപ്പൊട്ടോമിയയിൽ കണ്ടെത്താൻ കഴിയുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അവിടെ നിന്ന് പുരാതന ഗ്രീസ്, റോം, ഇസ്ലാമിക് ലോകം, ഒടുവിൽ മധ്യ പടിഞ്ഞാറ് യൂറോപ്പ് എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ചു. പക്ഷെ പിന്നെ കാലാന്തരത്തിൽ അതിനെല്ലാം വലിയ തോതിലുള്ള ഇടിവ് സംഭവിക്കുകയും അത് വേണ്ട രീതിയിൽ പുരോഗതി പ്രാപിക്കാതിരിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. സമകാലീന പാശ്ചാത്യ ജ്യോതിഷം പലപ്പോഴും ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ വശങ്ങൾ വിശദീകരിക്കാനും ആകാശ വസ്തുക്കളുടെ സ്ഥാനങ്ങളെ അടിസ്ഥാനമാക്കി അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ പ്രവചിക്കാനുമുള്ള ജാതക സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഭൂരിഭാഗവും പ്രൊഫഷണൽ ഇന്ന് നമ്മൾ കാണുന്ന ജ്യോതിഷികളെല്ലാം സ്വീകരിക്കുന്നത് ഈ മാർഗമാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ പലപ്പോഴും ഇതിൻ്റെ ആധികാരികതയെപ്പറ്റി ചോദ്യം ചെയ്യപ്പെട്ട വന്നതിൻ്റെ വെളിച്ചത്തിൽ ജ്യോതിഷം പാശ്ചാത്യ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അത് ദുർബലമായി. പക്ഷേ ഇന്ത്യയിൽ ജ്യോതിഷം ദുർബലമാവുകയല്ല ചെയ്തത്, അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി വളർന്നു വരികയും പുരോഗതി പ്രാപിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പം കേരളത്തിൽ ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തിൽ ജ്യോതിഷവും ജ്യോതിശാസ്ത്രവും വാസ്തുശാസ്ത്രവും തച്ചുശാസ്ത്രവുമൊക്കെ നിലനിർത്താൻ ആധികാരികമായി തന്നെ ശാസ്ത്രീയ അടിത്തറയോടുകൂടി നിലനിർത്താൻ കഴിഞ്ഞത് കാണിപ്പയൂർ മനയുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത്. ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ യൂറോപ്പിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ അസ്തമിച്ചു പോയ ആ ജ്യോതിഷ സമ്പ്രദായമായി കേരളത്തിലും ഇന്ത്യയിലും അതുണ്ടാകുമായിരുന്നു. അതുണ്ടാകാതെ ഇതിനെ നിലനിർത്താൻ കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, കാണിപ്പയൂർ നാരായണൻ നമ്പൂതിരിപ്പാട് തുടങ്ങിയ ആ മഹത്തുക്കളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ശാസ്ത്രം ഇന്നത്തേതുപോലെ വികസിക്കുന്നതിന് വളരെ മുമ്പ് നമ്മുടെ പ്രകൃതി നിയമങ്ങളെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളെയും രോഗദുരിത സാധ്യതകളെയും കുറിച്ച് ഗണിച്ച് പറയാൻ കഴിവുള്ള ജ്യോതിഷന്മാർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ധാരാളം ആളുകളുണ്ടായിരുന്നു. നാടി പിടിച്ചിട്ട് ഒരിക്കൽ എന്നെ ഡൽഹിയിൽ വെച്ച് ഉത്തർപ്രദേശിലുള്ള ഒരു ജ്യോതിഷൻ കൈ നാടി പിടിച്ചിട്ട് എൻ്റെ കഴിഞ്ഞകാല ചരിത്രത്തെപ്പറ്റി പറഞ്ഞത് എൻ്റെ മനസ്സിലുണ്ട്. വളരെ പ്രായം ചെന്ന ഒരാളാണ്, വളരെ പ്രായം ചെന്ന, എനിക്ക് കണ്ടാൽ ഒരു താപസനെ പോലെ തോന്നുന്ന ഒരാളാണ്. അദ്ദേഹം എൻ്റെ കയ്യിൽ പിടിച്ചിട്ടാണ് എൻ്റെ കഴിഞ്ഞകാല സംഭവങ്ങളെപ്പറ്റി എന്നോട് പറഞ്ഞത്. അന്ധവിശ്വാസമെന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടേണ്ടതല്ല ജ്യോതിഷം. നമുക്ക് സന്തോഷവും ആരോഗ്യവും സമാധാനവും
തരുന്ന ശാസ്ത്രമായി വാസ്തുവും ജ്യോതിഷവും പഞ്ചാംഗ ഗണിതങ്ങളും നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. കാണിപ്പയ്യൂർ മനയിൽ നിന്ന് അതിനുള്ള ആധികാരികവും ഫലപ്രദവുമായ നിർദ്ദേശങ്ങൾ ഭാവി തലമുറയ്ക്ക് ഉണ്ടാകട്ടെ എന്നാണ് എനിക്ക് ആത്മാർത്ഥമായി ആശംസിക്കാനുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. തിരുമേനിക്ക് കൂടുതൽ ഐശ്വര്യങ്ങളും ദീർഘായുസ്സും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങ് കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിന് നൽകുന്ന ഈ മഹത്തായ സംഭാവനകളെ എന്നും നമ്മുടെ നാട് ഓർമ്മിക്കും. ജനങ്ങൾ അങ്ങേ അംഗീകരിച്ച് അങ്ങേ ബഹുമാനിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് തിരുമേനി 84 വയസ്സൊന്നും ഒരു വയസ്സല്ല. ഇന്ന് ആളുകൾ 100 വർഷം വരെ ജീവിച്ചിരിക്കുന്ന ഒരു കാലമാണ്. ശാസ്ത്രത്തിൻ്റെയും ആരോഗ്യരംഗത്തെയും പുരോഗതി നമ്മളെ അതിലേക്ക് എത്തിക്കുകയാണ്. അതുകൊണ്ട് ദീർഘകാലം ജീവിച്ചിരിക്കാനും വാസ്തു, ജ്യോതിഷ, പഞ്ചാംഗ ഗണിത ഉൾപ്പെടെയുള്ള ശാസ്ത്രങ്ങൾക്ക് വലിയ സംഭാവന ചെയ്യാനും അങ്ങയ്ക്ക് കഴിയണം. ഈ കൃഷ്ണായനം വാസ്തവത്തിൽ ഞാനിതിൻ്റെ സംഘാടകരെ പ്രത്യേകം അഭിനയിക്കും. ലബീബ്, അതോടൊപ്പം തന്നെ ശ്രീ ഗിരീഷ്, ഇവരെ രണ്ടുപേരെയും ആത്മാർത്ഥമായി ഞാൻ അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. നമ്മുടെ നാടിന് ഒരു സൗഭാഗ്യമാണ് തിരുമേനി. ആ സൗഭാഗ്യത്തെ ലോക ജനതയുടെ മുമ്പിൽ കൊണ്ടുവരാൻ ഒരവസരമുണ്ടാക്കിയ എല്ലാവരെയും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇവിടെ ലബീബ് പറഞ്ഞു, കുന്നംകുളം ഒരു ക്രൈസ്തവ പശ്ചാത്തലമുള്ള നാടാണ്. തീർച്ചയായും അത് ശരി. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ മനസ്സിലാക്കിയത് ടി.ഡി. രാമകൃഷ്ണൻ എഴുതിയ 2-3 നോവലുകൾ വായിച്ചപ്പോഴാണ്. അദ്ദേഹത്തിൻ്റെ 2-3 ഞാൻ സാധാരണ നോവൽ വായിച്ചാൽ ആ എഴുതുന്ന ആളിനെ വിളിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫ്രാൻസിസ് എറ്റിക്കോര എന്നൊരു നോവൽ ഞാൻ വായിച്ചിട്ട് അദ്ദേഹത്തെ ഞാൻ ടി.ഡി. രാമകൃഷ്ണൻ വിളിക്കുകയുണ്ടായി. അതിമനോഹരമായൊരു നോവലാണ്. ആൽഫ മുതൽ ധാരാളം നോവലുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നോവൽ ഈ പറഞ്ഞ ഫ്രാൻസിസ് എറ്റിക്കോര എന്നുള്ള നോവലാണ്. കുന്നംകുളത്തിൻ്റെ പഴയകാല ചരിത്രം, നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചരിത്രം മനോഹരമായി അവതരിപ്പിച്ചിട്ടുള്ള ഒന്നാണ്. ഈ നാട് എങ്ങനെയായിരുന്നു, ഒരു കാലത്ത് ഈ നാടിൻ്റെ സംസ്കാരം എന്തായിരുന്നു എന്ന് വ്യക്തമായി കുന്നംകുളത്തുകാരനായ ടി.ഡി. രാമകൃഷ്ണൻ എഴുതിയത് വായിച്ചപ്പോഴാണ് ലബീബ് പറഞ്ഞ കാര്യം എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത്. ഇവിടെ പൗരാണികമായ ഒത്തിരി സവിശേഷതകളുടെ നാടാണ് ഈ കുന്നംകുളം. ക്രൈസ്തവ സഭകൾക്ക് ഇതിൻ്റെ സംഭാവനയുണ്ട്, വിദേശ മിഷണറിമാരുടെ സംഭാവനകളുണ്ട്. അതിനോടൊപ്പം ചേർത്ത് വെക്കാൻ കഴിയുന്ന മഹത്തായ നാമമാണ് കാണിപ്പയ്യൂർ എന്നുകൂടി പറയുവാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാ മംഗളങ്ങളും ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പം ഞാൻ ചോദിച്ചു, ഇനി അങ്ങ് ഇല്ലെങ്കിൽ ഇതെങ്ങനെ ആര് മുന്നോട്ട് കൊണ്ടുപോകും? അതപ്പോൾ എന്നോട് പറഞ്ഞു, മകനുണ്ട്, മറ്റാളുകളെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് എന്നെല്ലാം അദ്ദേഹം എന്നോട് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇനിയും ഈ വാസ്തുശാസ്ത്രം നശിക്കാതെ ഭാവി തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ കഴിയത്തക്ക നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അങ്ങെടുക്കുന്ന ശ്രമങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ സമ്മേളനം, ശതാഭിഷേക സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.